ദൈവത്തിന് മഹത്വം. ദാവീദ് രാജാവ് തൻ്റെ മരണമൊഴിയായി അന്ത്യവാക്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ യിശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു എന്ന് തുടങ്ങുകയും ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു എന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. 2 ശമൂവേൽ 23:1 ഞാൻ പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദാവീദ് രാജാവിനെ പോലൊരാൾ, ജ്ഞാനിയായ ഒരാൾ, വളരെ പ്രധാനപ്പെട്ട തൻ്റെ അന്ത്യവാക്യങ്ങൾ പറയുമ്പോൾ യിശായി പുത്രൻ എന്ന് ആരംഭിക്കാനുള്ള കാരണം എന്താണ്? അതിന് ഒരു കാരണവും ഉണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും തന്നെ അപമാനിക്കാനായി പലരും ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് യിശായിയുടെ മകൻ, യിശായി പുത്രൻ ആരാണ്? അതിൽ രാജാവായിരുന്ന ശൗലും മഹാധനികനായിട്ടുള്ള നാബാലും ഉൾപ്പെടെ പലരും സമയത്തും അസമയത്തും യിശായിയുടെ മകൻ ആർ, അവൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും നൽകുമോ? അവൻ നിങ്ങളെ സഹസ്രാധിപരും ശതാധിപരുമാക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പരിഹസിക്കപ്പെട്ട ആ വാക്ക് ദാവീദ് ഓർത്തു വയ്ക്കുകയാണ്. അന്നൊന്നും പ്രതികാരം ചെയ്തില്ല, ഇപ്പോഴും പ്രതികാരം ചെയ്യുന്നില്ല. പക്ഷെ ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം തുറക്കുമ്പോൾ ദാവീദ് പഴയതൊന്നും മറന്നിട്ടില്ല. ആ യിശായിയുടെ 8 ആൺമക്കളിൽ ഇളയവനായിരുന്ന തന്നെ തെരഞ്ഞെടുത്തുയർത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടുകൂടെ, കൃതജ്ഞതയോടുകൂടെ തൻ്റെ ഹൃദയം തുറക്കുകയാണ്. താൻ പരിഹസിക്കപ്പെട്ട വാക്ക് തന്നെ എടുത്തുപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉയർത്തി ഇസ്രായേലിൻ്റെ രാജാസനത്തിലിരുത്തി അവിടെ ഇരുന്ന് 40 വർഷം ഇസ്രായേലിനെ നയിച്ചതിന് ശേഷം വയോധികനായി മരണത്തോട് അടുത്തു നിൽക്കുന്ന സമയത്ത് ദാവീദ് പറയുകയാണ്, യിശായി പുത്രൻ ചൊല്ലുന്നു. ദാവീദിന്റെ ഹൃദയം നന്ദി നിറഞ്ഞ ഒരു ഹൃദയമായിട്ട് മാറുകയാണ്. ഔന്നത്യം പ്രാപിച്ച പുരുഷൻ എന്നാണ്. ഔന്നത്യം ലഭിച്ചതാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്, സ്വന്തം കഴിവുകൊണ്ടല്ല എന്നാണ് ദാവീദ് പറയുന്നത്. എന്തിനാണ് ശൗലിന് ഇത്ര വിരോധം തോന്നേണ്ട കാര്യം? യഥാർത്ഥത്തിൽ ശൗലിന് വിരോധമായിട്ട് ദാവീദ് ഒന്നും ചെയ്തിട്ടില്ല. ശൗലിനെ വെല്ലുവിളിച്ച, ശൗലിന്റെ രാജ്യത്ത് വന്ന് 40 ദിവസം രാവിലെയും വൈകുന്നേരവും വെല്ലുവിളിച്ച 6 മുഴത്തിലധികം നീളമുണ്ടായിരുന്ന ഗോല്യാത്ത് എന്ന മഹാമല്ലനെ തോൽപ്പിച്ചതാണോ കുറ്റം? ആ രാജ്യത്തെ രക്ഷിക്കുവാൻ ദാവീദ് ഇടപെട്ടു. എന്നാൽ ഈ രാജ്യത്തിനും ശൗലിനും ഇത്ര ഉപകാരം ചെയ്ത മനുഷ്യനോട് ശൗലിന് കണ്ണുകടിയും അസൂയയും, അന്നു മുതൽ അസ്ഥികൾക്ക് ദ്രവത്വവും തുടങ്ങി. പരിഹസിക്കപ്പെടുന്നവർ ഉയർത്തപ്പെടുകയും പരിഹാസികൾ ലജ്ജിതരായി തീരുകയും ചെയ്യുന്ന നാം എല്ലാവരും പാഠമാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ബൈബിൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അപമാന ശരങ്ങൾ ഏൽക്കുമ്പോൾ തളരാത്തൊരു മനസ്സും പകരം വളരുവാനുള്ള ഇന്ധനവും പ്രചോദനവുമായി അതെടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നാം മുൻപോട്ട് പോയാൽ ദൈവം നമ്മെ ഒരു നാളും തള്ളിക്കളയുന്നവനല്ല. അഭിമാനത്തിലേക്ക്, ഔന്നത്യത്തിലേക്ക് ഉയർത്തി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ മാനിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ യിശായിയുടെ കൊമ്പിൽ നിന്നുള്ളൊരു മുളയാണ്
യേശുക്രിസ്തു എന്ന് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു പോലും ഇശായിയിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ ദാവീദ് പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നിടത്ത് ദാവീദിനെ, ഇശായിയുടെ മകനെ ദൈവം എത്രമാത്രം ഉയർത്തി എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പരിഹാസശരങ്ങൾ നമ്മെ തളർത്താതിരിക്കുവാൻ, പകരം ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനും വളരുവാനും വിജയം വരിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.